മനോഹരമായ തൃശ്ശൂർ നഗരത്തിൽ എത്തുമ്പോൾ തന്നെ ഈ നഗരത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും അടുത്ത കാലത്തുണ്ടായ വാണിജ്യ വികസനവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശകർക്ക് സ്വാഗതമോതുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീവണ്ടികൾ മാറിക്കയറാൻ വേണ്ടി യാത്രക്കാർ തൃശ്ശൂരിൽ എത്താറുണ്ട്. അവരെയെല്ലാം സ്വീകരിക്കുവാനും അവർക്ക് അടുത്ത വണ്ടി കിട്ടുന്നതുവരെ കാത്തിരിക്കുവാനുമുള്ള സൗകര്യം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ തലശ്ശേരി കിച്ചൺ 140 രൂപയ്ക്ക് ലളിതമായ ഫിഷ് കറി ലഞ്ച് കൊടുക്കുന്നു. ഒറിജിനൽ തലശ്ശേരി രീതിയിലാണ് ഇവിടെ കറികൾ ഉണ്ടാക്കുന്നത്. അതുപോലെ റെയിൽവേ സ്റ്റേഷനടുത്ത് പിഷാരടി റെസ്റ്റോറൻറ്റ് മികച്ച വെജിറ്റേറിയൻ ഫുഡ് നൽകുന്ന ഒരു എയർ കണ്ടീഷൻഡ് ഭക്ഷണശാലയാണ്. ഒരു ക്ലാസിക് ലുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിങ്ങിനുണ്ട്. ധാരാളം പാർക്കിംഗ് സൗകര്യവും ഇവർ ഓഫർ ചെയ്യുന്നു. തൃശ്ശൂരിലെ ശക്തൻ നഗറിലെ സ്കൈ വാക്ക് ഒരു ചരിത്ര സ്മാരകം പോലെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ എല്ലാവരും താല്പര്യം കാണിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രാമീണ സന്ദർശകർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇവിടെ ധാരാളമായി വരുന്നതും കാണുന്നുണ്ട്. ലിഫ്റ്റ് സൗകര്യവും എയർ കണ്ടീഷനിങ്ങും ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഈ സ്കൈ വാക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. കാൽനട യാത്രക്കാർക്ക് ഉയർന്ന പരിഗണന നൽകുന്ന ഈ സ്കൈ വാക്ക് കേരളത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും പരീക്ഷിക്കേണ്ട ഒരു മാതൃകാപരമായ പദ്ധതിയാണ്. ശക്തൻ ജംഗ്ഷൻ പോലെ തിരക്കുള്ള ഒരു സ്ഥലത്ത് വാഹന ഗതാഗതം നല്ലപോലെ നിയന്ത്രിക്കുവാൻ ഈ സ്കൈ വാക്ക് സഹായിക്കുന്നുണ്ട്. റൗണ്ട് നോർത്തിലെ മിഥില വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വളരെ പോപ്പുലറായ ഒരു ഭക്ഷണശാലയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ റിട്ടയറിംഗ് റൂം 250 രൂപയ്ക്ക് എയർ കണ്ടീഷൻ ഡോർമിറ്ററികൾ നൽകുന്നു. 12 മണിക്കൂർ ഉപയോഗിക്കുവാനാണ് ഈ ചാർജ് ഈടാക്കുന്നത്. അതുപോലെ AC ഇല്ലാത്ത സിംഗിൾ റൂമിന് 400 രൂപയും എയർ കണ്ടീഷൻഡ് ഡബിൾ റൂമിന് 900 രൂപയും 12 മണിക്കൂറിലേക്ക് ചാർജ് ചെയ്യുന്നു. അതിനു പുറമെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുമുണ്ട്. ബാംഗ്ലൂരിൽ സിറ്റി റെയിൽവേ സ്റ്റേഷനിലും യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന വെയിറ്റിംഗ് ഹാളുകളുടെ ഇരട്ടി വലുപ്പമുണ്ട് തൃശ്ശൂരിലെ എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളിന്. ഒരു മണിക്കൂറിന് 30 രൂപയാണ് ഈടാക്കുന്നത്. സൗജന്യ വൈഫൈയും പുസ്തക വായനയ്ക്കുള്ള സൗകര്യവും പത്രമാസികാദികളും മൊബൈൽ ചാർജിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. അതിനു പുറമെ ചായയും കാപ്പിയും കൂൾ ഡ്രിങ്ക്സും ലഘുപലഹാരങ്ങളും ലഭിക്കുന്ന ഒരു സ്റ്റാളും ഇവിടെയുണ്ട്. വലിയൊരു ടെലിവിഷൻ സ്ക്രീനും അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാംസ്കാരികമായി വലിയ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ചും ഓണാഘോഷം, പുലികളി പോലെയുള്ള പരിപാടികൾ അവതരിപ്പിച്ച് ഇവിടെ കേമമായി നടത്താറുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന അനേകം കേന്ദ്രങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ പറ്റും. ശക്തൻ തമ്പുരാൻ കൊട്ടാരവും മൃഗശാലയും മ്യൂസിയവും വിലങ്ങൻ കുന്നുകളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. വിലങ്ങൻ കുന്നുകളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അതുപോലെ റൗണ്ട് നോർത്തിലെ നെഹ്റു പാർക്ക് 8 ഏക്കർ പരന്നു കിടക്കുന്ന ഒരു കുട്ടികളുടെ ഉദ്യാനമാണ്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൃശ്ശൂർ പൂരം ആഘോഷപൂർവ്വം നടത്തുന്നു. ഏകദേശം 10 ലക്ഷത്തോളം സന്ദർശകർ തൃശ്ശൂർ പൂരത്തിൽ എത്തിച്ചേരാറുണ്ട്. ഫയർ വർക്ക്സുമുണ്ട്. തേക്കിൻകാട് മൈതാനത്താണ് പൂരം നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ പെരുമാൾ മസ്ജിദ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ നഗരമധ്യത്തിൽ വടക്കുന്നാഥ് ക്ഷേത്രം മുഴുവൻ ട്രാഫിക്കും വലം വെക്കുന്ന ഒരു നഗരകേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പുത്തൻ പള്ളിയും സ്ഥാപിച്ചിട്ടുള്ളത് തൃശ്ശൂരിലാണ്. വലിയ പള്ളിയായതുകൊണ്ട് ഇതിനെ ഒരു ബസിലിക്ക എന്ന് വിളിക്കുന്നു. ഏറ്റവും ചെറിയ പള്ളികളെ ചാപ്പൽ എന്നും സാധാരണ പള്ളികളെ ചർച്ച് എന്നും കുറെ കൂടി വലിയ പള്ളികളെ കത്തീഡ്രൽ എന്നും ഭീമാകാരമായ പള്ളികളെ ബസിലിക്ക എന്നുമാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 25,000 സ്ക്വയർ വലിപ്പമുള്ള ഒരു ബസിലിക്കയാണ് തൃശ്ശൂരിലെ പുത്തൻ പള്ളി അഥവാ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യവസായിയായ MA യൂസഫ് അലിയുടെ നാട് എന്ന നിലക്കാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിത്ത സംസ്കാരവും തൃശ്ശൂരിന് സ്വന്തമായിട്ടുണ്ട്. 65 ഏക്കർ പരന്നു കിടക്കുന്ന തേക്കിൻകാട് മൈതാനമാണ് തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും വലിയ നഗരകേന്ദ്രം. കേരളത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് തൃശ്ശൂർ നഗരം സ്ഥിതി ചെയ്യുന്നത്. കേരള സംഗീത കലാ അക്കാദമിയും ലളിതകലാ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമിയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു.
പ്രധാനപ്പെട്ട പല ബാങ്കുകളും ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്കിൻ്റെയും കേന്ദ്രം തൃശ്ശൂരിൽ തന്നെയാണ്. ഷോപ്പിങ്ങിനും വലിയ സാധ്യതകളുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ. സിൽക്ക് വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിക്കുവാൻ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തൃശ്ശൂരിലേക്ക് വരുന്നു. കേരള കലാമണ്ഡപവും ശ്രീ കേരളവർമ്മ കോളേജും കേരള പോലീസ് അക്കാദമിയും ഗവൺമെൻറ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ് കോളേജും ഇവിടെയുണ്ട്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ്. 80 അടി ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം പതിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരെ പീച്ചി അണക്കെട്ടുമുണ്ട്. പിക്നിക് സ്പോട്ടും ബോട്ടിംഗ് സൗകര്യവും പീച്ചി അണക്കെട്ടിലുണ്ട്. അടുത്തു തന്നെ റിസർവ് വനമുള്ളതുകൊണ്ട് ആനകളെ കാണുവാനുള്ള സാധ്യതയുമുണ്ട്. റൗണ്ട് നോർത്തിലെ ഇന്ത്യൻ കോഫി ഹൗസ് ഏറ്റവും ജനപ്രീതി നേടിയ റെസ്റ്റോറൻ്റായി അറിയപ്പെടുന്നു. അതുപോലെ റൗണ്ട് സൗത്തിലെ മിങ് പാലസ് പമ്പിച്ച പേരും പെരുമയും നേടിയ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇത്തരത്തിൽ സന്ദർശകർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന തൃശ്ശൂർ നഗരം കേരളത്തിൻ്റെ ഒത്ത മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇനിയും ഒരു വലിയ വളർച്ച നേടുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.